ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ മണിക്കൂട്ടിയുടെ റിസൾട്ട് വരണം, SSLC റിസൾട്ട് വരാണ്. അപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളിത് വിളിക്കാൻ പോവാണ്. നല്ല ഉറക്കാണ് കേട്ടോ. ഇങ്ങോട്ട് കുറച്ച് കിടന്ന് ഉറങ്ങാണ്. മണിക്കുട്ടി എഴുന്നേറ്റടാ. മണിയാ എഴുന്നേറ്റ്. മണിക്കുട്ടി ഒന്ന് എണീക്കോ? എണീക്കേ. ഗുഡ് മോർണിംഗ്. എഴുന്നേൽക്ക്. ഇന്ന് റിസൾട്ട് വരില്ല മണിയാ. എങ്ങനെയുണ്ടാവും റിസൾട്ട്? കണ്ണുറക്ക്, നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇന്ന് റിസൾട്ട് വരില്ല മണിയാ. നോക്ക് ഇങ്ങോട്ട്. എങ്ങനെ ഉണ്ടാവും റിസൾട്ട്? നല്ല ഐഡിയ ഉണ്ടാ? ഒരു ഐഡിയ ഇല്ല. കാണണം കേട്ടാ. ഞങ്ങളുടെ അനിയത്തി ഇതേ കിടന്നുറങ്ങാണ്. കുഞ്ഞുമോള് നല്ല ഉറക്കാണ് കേട്ടാ. കുഞ്ഞുമോള് ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ, വിളിച്ചത് ഒന്നും അറിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിസൾട്ടിന്റെ ഡേ ഇന്നലെ ഫ്ലിക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് മറന്നുപോയി. ഞാൻ മമ്മിയൊന്നും എടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ടത് ശരിയല്ല. കുഴപ്പമില്ല, മോശം. ഞാൻ പല്ലേക്ക് പോകണം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇൻട്രോ എടുക്കാം. ഞാൻ മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ 3 stars. അപ്പോൾ എന്നെ ആർക്കും അറിയുന്നില്ല, അതായത് എൻ്റെ പേരൊന്നും അറിയുന്നില്ല. ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് ഹെന എന്നാണ്. പിന്നെ എൻ്റെ വീട്ടില് പപ്പ, മമ്മി, ഞാൻ, എൻ്റെ ഉമ്മി. എൻ്റെ അനിയത്തി ഹിബ എന്നാണ് പേരുണ്ട്. ഞാൻ 10th എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവള് ഇങ്ങനെ ആൻറ്റിക്കാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ റിസൾട്ടിന്റെ വീഡിയോ വ്ളോഗ് എടുക്കണം എന്നുള്ളത് എനിക്ക് കുറേ നാളത്തേക്കുള്ള ആഗ്രഹമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 10th ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് റിസൾട്ടിന്റെ എന്തെങ്കിലും വ്ളോഗ് എടുക്കണം. കിട്ടാതിരിക്കൊന്നും പ്രശ്നമല്ല, പക്ഷെങ്കിലും ഒരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ റെഡിയായി. കാരണം ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്റെ ആദ്യത്തെ വ്ളോഗാണ്. പിന്നെ ഞാൻ ഡാൻസിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടുള്ളത്. സോ ഇതാണ് എന്റെ ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയാൻ. റിസൾട്ട് വ്ളോഗ് എന്ന് പറയാം. റിസൾട്ട് ചെയ്യുന്നതിനെ കണ്ടിട്ട് പിന്നെ ഇന്നലെ രാത്രി ഇന്നലെ കിടക്കുമ്പോൾ ഓൾറെഡി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ റിസൾട്ടിന്റെ വ്ളോഗ് എടുക്കണം, ഇന്നലെ എടുക്കുന്നു. പക്ഷെ ഞാൻ മറന്നുപോയിരുന്നു. മമ്മി രാവിലെ എഴുന്നേൽപ്പിക്കുമ്പോഴാണ് ഫോൺ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡേ മൈ ലൈഫ് എടുക്കാന്നുള്ളത്. അങ്ങനെ പിന്നെന്താ, റിസൾട്ടിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഇല്ല. പക്ഷെ ഇനിയിപ്പൊന്നും ചെയ്യാനില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പൊന്നും ചെയ്യാനില്ല. അപ്പോൾ റിസൾട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ സന്തോഷിക്കുക, അതിൽ നമ്മൾ സന്തോഷിക്കുക. എന്താണ് കിട്ടുന്നത് അതിൽ നമ്മൾ സന്തോഷിക്കുക. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ളൂ. പിന്നെ അതിൻ്റെ റിഗ്രറ്റിംഗ് ഒന്നും ഇല്ല. കാരണം ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒരു പകയൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതെല്ലാം ദൈവത്തിലാണ്. ഇത് കിട്ടത്തിരിക്കുക റിസൾട്ട് എന്തായാലും ജയിക്കും, നമ്മൾ പ്രതീക്ഷിച്ച് ജയിക്കും. ഫുൾ A+ കാര്യത്തിലാണ് എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ. എനിക്ക് ചില എക്സാംസ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി, എനിക്ക് പേഴ്സണലി. അപ്പോൾ സോഷ്യലൊക്കെയാണ് എനിക്ക് ടഫായിട്ട് തോന്നിയത്. ഇനി അറിയില്ല എങ്ങനെയായിരിക്കും കിട്ടാന്നൊന്നും. എനിക്കൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി കിട്ടുന്നതിൽ നമ്മൾ സന്തോഷപ്പെടാം. അതാണ് ചെയ്യപ്പെടുന്നത്. അപ്പം അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഹായ് ഗൈസ്, അപ്പം ഞാൻ പപ്പേനെ കാണിച്ചതാട്ടെ. പപ്പ ഇന്നലെ രാത്രി എവിടെ ഇരുന്നു, ഇന്നലെ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എവിടെ ഇരുന്നു, അവിടെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. യുദ്ധത്തെ പറ്റിയിട്ടുള്ള എല്ലാ നോളേജ് ഉണ്ട്. എല്ലാം ഫുൾ ടൈം ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുക. പപ്പ ഹായ് പറയും. ഫുഡ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും റിസൾട്ട് വരാറാവും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങൾക്ക് 1 മണിക്കൂറുള്ളൂ. 2 മണിയായി. നട്ട്സും കഴിച്ചുകൊണ്ട് ഇങ്ങനെ TV കണ്ടിരിക്കാനും വേറെ പണിയൊന്നുമില്ലല്ലോ. വെക്കേഷൻ അതുകൊണ്ട് ഒരു പണിയില്ല, വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ ബാക്കിയില്ലല്ലോ. 4, 7, 6, 9, 4, 9 റിസൾട്ട് കറക്റ്റ് അല്ലേ? 12, ഫുൾ A+. കള്ള ഇവിടെ പടക്കം കത്തിക്കാം. ഓക്കെ, അന്ന് പോയി 150 ഞാനൊരു 10 മിനിറ്റ് എത്താം. ഓക്കെ.